മലയാളത്തിലെ അപ്കമിംഗ് റിലീസുകളിൽ ഏറ്റവും അധികം പ്രേക്ഷക ശ്രദ്ധ നേടിയിട്ടുള്ള ഒന്നാണ് വർഷങ്ങൾക്ക് ശേഷം. വിനീത് ശ്രീനിവാസൻ സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ പ്രണവ് മോഹൻലാൽ, ധ്യാൻ ശ്രീനിവാസൻ, ബേസിൽ ജോസഫ്, കല്യാണി പ്രിയദർശൻ, നിവിൻ പോളി തുടങ്ങി വൻ താരനിരയാണ് അണിനിരക്കുന്നത്. പഴയ മദ്രാസിലെ സിനിമാ നിർമ്മാണ രംഗം പശ്ചാത്തലമാക്കുന്ന ചിത്രമാണിത്. ഇപ്പോഴിതാ ചിത്രത്തിലെ പ്രണവിൻ്റെ ലുക്ക് തീരുമാനിച്ചത് എങ്ങനെയെന്ന് പറയുകയാണ് വിനീത് ശ്രീനിവാസൻ. സില്ലി മോങ്സിന് നൽകിയ അഭിമുഖത്തിലാണ് വിനീത് ഇക്കാര്യം പറയുന്നത്. വർഷങ്ങൾക്ക് ശേഷത്തിലെ എല്ലാ അഭിനേതാക്കൾക്കും നമ്മൾ റെഫറൻസുകൾ എടുത്തിട്ടുണ്ട്. ഞാൻ അങ്ങനെ ജുബ്ബ ഇട്ട് കണ്ടിട്ടുള്ള ഒരാൾ മുരളിച്ചേട്ടനാണ്. ചമ്പക്കുളം തച്ചൻ്റെ ഷൂട്ടിൻ്റെ സമയത്ത് റേബാൻ ഹോട്ടലിൽ നമ്മൾ താമസിക്കുമ്പോൾ ദൂരെ നിന്ന് കവിത പാടിക്കൊണ്ടുവരുന്ന മുരളിച്ചേട്ടൻ. ജുബയും മുണ്ടും തോൾ സഞ്ചിയുമായിരുന്നു അദ്ദേഹത്തിൻ്റെ വേഷം. എൻ്റെ മനസ്സിൽ അതായിരുന്നു പ്രണവനെക്കുറിച്ചുള്ള ചിത്രം. കാറ്റിൽ ആടിപ്പോകുന്ന ഒരു മനുഷ്യൻ, എന്നിട്ട് കമലദളത്തിൽ ലാലങ്കിൾ ഇട്ടിട്ടുള്ള മാലയുണ്ടല്ലോ, അതുപോലെ ഒന്ന് കൊടുക്കാൻ പറ്റുമോ എന്ന് കോസ്റ്റ്യൂം ഡിസൈനറോട് ഞാൻ ചോദിച്ചു. മുരളിച്ചേട്ടൻ്റെ പേര് തന്നെയാണ് അപ്പുവിന് ഇട്ടിട്ടുള്ളത്. മുരളി എന്നാണ് അപ്പുവിൻ്റെ ക്യാരക്ടറിൻ്റെ പേര്. വിനീത് പറയുന്നു. പ്രണവ് മോഹൻലാൽ നായകനാകുന്ന ഹൃദയം നിർമ്മിച്ച മെറിലാൻഡ് സിനിമാസിൻ്റെ ബാനറിൽ വിശാഖ സുബ്രഹ്മണ്യം തന്നെയാണ് ഈ ചിത്രത്തിൻ്റെയും നിർമ്മാണം. വൻപൻ ക്യാൻവാസിൽ വലിയൊരു താരനിരയുമായി ഒരുക്കിയിരിക്കുന്ന ചിത്രം റംസാൻ വിഷു റിലീസിനായി ഏപ്രിൽ 11 തിയേറ്ററുകളിൽ പ്രദർശനത്തിനെത്തും.